ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാനത്തെ പോയട്രിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയട്രി പേര് ട്രഷോൾഡ് എന്നാണ്. ഈ ഒരു പോയട്രി എഴുതിയിരിക്കുന്നത് അമേരിക്കൻ പോയറ്റും എസ്സേയിസ്റ്റും നോവലിസ്റ്റും ആയ ഓഷൻ വാങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയ്ക്ക് പോകാം. നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഈ ഒരു പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്, നോവലിസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ദ പോയം ട്രഷോൾഡ് ഈസ് എ ഫസ്റ്റ് പോയം ഇൻ ഹിസ് പോയട്രി കളക്ഷൻ നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട്. ഇത് 2006 കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പോയട്രി കളക്ഷൻ്റെ പേരെന്താ? നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പോയമാണ് ഈ ട്രഷോൾഡ്. നോട്ട് ചെയ്ത് വെക്കുക, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയത്തിലേക്ക് കിടക്കാം. ദ പോയം ഡിസ്ക്രൈബ്സ് ദ സ്പീക്കർ സീക്രട്ട്ലി ഒബ്സർവിങ് എ മാൻ സിംഗിങ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ ഷവർ വൺ മോർണിംഗ്. ഈ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യണത് എന്താണ്? നമ്മുടെ ഒരു സ്പീക്കർ എന്ത് ചെയ്യാണ്? ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. എന്താണ് ഒളിഞ്ഞു നോക്കി കാണുന്നത്? ഒരു മനുഷ്യൻ ഒരു ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് കുളിക്കണത് ഇദ്ദേഹം ഡോറിൻ്റെ ഹോളിൽ കൂടെ ഒളിഞ്ഞെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഭയങ്കര സീക്രട്ട്ലി അദ്ദേഹം ആ കുളിക്കുന്ന മനുഷ്യൻ പാട്ട് പാടണമൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണ്. അത് വേറെ ആരുമല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛനാണ്. അത് ഈ ഒരു പോയത്തിൻ്റെ എൻഡിങ്ങിലാണ് നമുക്കറിയാവുന്നത് കേട്ടോ. ഈ ഒരു കുളിക്കണ മനുഷ്യൻ ആരാണ്? ഈ ഒരു പോയറ്റിൻ്റെ ഫാദറാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് എ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. നമുക്ക് എസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് എടുത്ത് എഴുതേണ്ടത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാവുന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഈ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല, അത് ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ വരുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പം നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു പോയത്തിൽ ഐ, മൈ എന്നുള്ള വേർഡ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. The title Threshold suggests the stark aspect of reality. അതായത് റിയാലിറ്റിയെ കുറിച്ചിട്ട് നഗ്നമായ സത്യം, അതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The poem is a couplet. എന്താണ് കപ്ലെറ്റ്സ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ല, 2 വരിയായിട്ട് നമ്മൾ എഴുതുന്നതാണ് കപ്ലെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയത്തിനെ കുറിച്ച് എസ് ഒക്കെ എഴുതുമ്പോൾ എന്ത് എഴുതണം? ഫസ്റ്റ് പറയുന്നത് ഒരു പോയറ്റിനെ കുറിച്ചിട്ട്, അമേരിക്കൻ പോയറ്റാണ് ആ കാര്യങ്ങൾ, ഒരു നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റ് ആണ്. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഐ, മൈ എന്നുള്ള വേർഡ്സ് ഒക്കെ കുറേ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെന്താണ്? ദ പോയം ഡിസ്ക്രൈബ്സ്, ഇതൊക്കെ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ട കാര്യമായിട്ടാ. ദ പോയം ഡിസ്ക്രൈബ് ദ സ്പീക്കർ സീക്രട്ട്ലി ഒബ്സർവിങ് ദ മാൻ സിംഗിങ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ ഷവർ വൺ മോർണിംഗ്. പിന്നെ ഈ ഒരു പോയറ്റ് എന്താണ്? ട്രഷോൾഡ് സജസ്റ്റ് ദാറ്റ് സ്റ്റാർക്ക് ആസ്പെക്ട് ഓഫ് റിയാലിറ്റി, അതായത് ലൈഫിലെ നഗ്ന സത്യങ്ങൾ, ഒരു സ്റ്റാർക്ക്, STARK ആസ്പെക്ട്, സ്റ്റാർക്സ് ആസ്പെക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗ്നമായ സത്യങ്ങൾ എന്ന് പറയില്ല, അതിനാണ് പറയുന്നത്. പിന്നെ ഒരു പോയം എന്താണ്? കപ്ലെറ്റ് ആണ് കേട്ടോ. 2 ലൈനായിട്ട് നമ്മൾ എഴുതില്ല, അതാണ് ഈ കപ്ലെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 വരിയായിട്ട് നമ്മൾ അടുപ്പിച്ച് എഴുതുന്നതിനാണ് ഒരു കപ്ലെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? പക്ഷെ ഒരു പോയിന്റിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഷോസ് ദ സ്പീക്കേഴ്സ് ഫാസിനേഷൻ അറ്റ് ദ മെയിൻ സിംഗിങ് ഇൻ ഷോസ് ആൻഡ് ഹിസ് വയലിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഒരു പോയത്തില് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഒരാൾ പാട്ട് പാടി കുളിക്കുന്നു, ആ ഒരു രംഗത്തെ തീവ്രമായിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ വയലിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ നേക്കഡായിട്ട് കുളിക്കുന്നത് കാണാനുള്ള ആ ഒരു സെക്ഷൽ ഡിസയറിനെയാണ് ഈ ഒരു വേർഡ് പറയുന്നത് കേട്ടോ. വയലിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് വയലിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാ. The opening lines in the body where everything has to price. It is the theme of the poem. അപ്പൊ നമ്മുടെ കവിതയുടെ തീമായിട്ട് വരുന്നത് നമ്മുടെ കവിതയിലെ ആദ്യത്തെ വരിയാണ് കേട്ടോ. ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് പ്രൈസ്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് ദ പ്രൈസ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ലൈൻ നമ്മുടെ പോയത്തിൽ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. The poet explores the connection between the body and mind through various images and symbols. അപ്പോൾ നമ്മുടെ പോയറ്റ് ഇവിടെ കൊണ്ടുവരുന്നത് എന്താണ്? നമ്മുടെ ബോഡിയും മനസ്സും തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇവിടെ പോയറ്റ് കൊണ്ടുവരുന്നത്. Image of singing and the chord reinforce the aspect of identity in the poem. ഇവിടെ സിംഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മനുഷ്യൻ പാട്ട് പാടുന്നു ആൻഡ് ദ കോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടി കുതിരേനെയാണ് കേട്ടോ. COLT
കോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കുട്ടിക്കുതിര. ദ റിപ്പീറ്റേഷൻ ഓഫ് ഐ ഇൻ ദ പോയിന്റ് ഷോസ് ദ ആസ്പെക്ട് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെന്ന് അല്ലേ. ദ റിപ്പീറ്റേഷൻ ഓഫ് ഐ ഇൻ ദ പോയം ഷോസ് ദ ആസ്പെക്ട് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. ഒരു സെൽഫ് റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത്. ഇത്രയാണ് പോയത്തിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പോയം ട്രഷോൾഡ്. നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം കേട്ടോ. ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ് ഐ വാസ് ബെഗർ ഓൺ മൈ കനീസ്. On my knees, I watched through the keyhole, not a man showering, but the rain falling through him, guitar strings snapping over the globe shoulders. ബോഡിയിൽ ഒരു എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഐ വാസ് എ ബഗ്ഗർ, ഞാനൊരു ബഗ്ഗറായിരുന്നു. ഈ ഒരു വേർഡ് ബഗ്ഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടേംസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഫാദർ കുളിക്കണത് നോക്കി കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി എന്ന് പറഞ്ഞില്ലേ, ഇത് നോക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയായിരുന്ന സമയത്തിന് നമുക്ക് ബഗ്ഗർ എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു ബഗ്ഗറായിരുന്നു, കാരണം ഇത് കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ മുട്ടുകുത്തി നിന്നിട്ടുള്ള നോക്കുക. അങ്ങനെ ബഗ്ഗർ എന്നുകൊണ്ട് ടേം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് ബഗ്ഗർ എന്നുകൊണ്ട് ഒരു ടേം രണ്ട് തരത്തിൽ നമുക്ക് വിചാരിക്കാം. ഒന്നെന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിന്, അത് കുട്ടിയായിരുന്ന സമയത്തല്ല കീ ഹോളിൽ കൂടെ നോക്കിയത്, അപ്പൊ ആ ഒരു ഇതിനെ നമ്മൾ ബഗ്ഗർ എന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടിയായിരുന്ന സമയത്ത് കീ ഹോളിനുള്ളിൽ കൂടെ മുട്ടുകുത്തി നോക്കി, അപ്പൊ ആ ഒരു ഇതിന് നമുക്ക് ബഗ്ഗർ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഒരു രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ രണ്ട് സർക്കംസ്റ്റാൻസസും കേട്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, മേ ബി വന്നാലോ. I watched through the keyhole, not the man showering but the rain. അതായത് ഇദ്ദേഹം നോക്കിയത് ആ ഒരു മനുഷ്യനല്ല അല്ലെങ്കിൽ ഫാദറിനല്ല, നേരെ മറിച്ച് എന്താണ് ആ ഒരു റെയിനെ, മഴേനോട് ഷവറിനെയാണ് റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുന്ന ഒരു വെള്ളത്തുള്ളി, ഒരു തുള്ളിനെയാണ് ഈ ഒരു ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ആ ഒരു ഹോൾ കൂടെ നോക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ആളെ കാണാനില്ല, പക്ഷെ ആ ഒരു വെള്ളത്തുള്ളിനെയാണ് ഇവിടെ കാണാനുള്ളത്. Falling through him, guitar string snap over his global shoulder. അപ്പോൾ ഈ ഒരു ലൈൻ തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയൂട്ടോ. ഇവിടെ ഫോളിങ് ത്രൂ ഹിം ഗിറ്റാർ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞൊരു ഒച്ച ഉണ്ടാവില്ലേ, ആ ഒരു അതേപോലെ തന്നെയാണ് ഈ മഴത്തുള്ളി വീഴണ സമയത്ത് ഓവർ എവിടെയാണ് വീഴുന്നത്, ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡർ, അതായത് ഷോൾഡേഴ്സിന്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഉരുണ്ടിട്ടാണ് അല്ലേ, അപ്പോൾ ഷോൾഡർ എങ്ങനെയുള്ള ഷോൾഡർ ആയിരിക്കും, ഉരുണ്ടൊരു ഷോൾഡർ. അതായത് ഗിറ്റാർ സ്ട്രിങ് സ്നാപ്പിംഗ് ഓവേഴ്സ് ഗ്ലോബൽ ഷോൾഡർ, അതായത് ഉരുണ്ടിരിക്കുന്ന ഷോൾഡറിലേക്ക് വെള്ളം വീഴുന്നത് ആ ഒരു ശബ്ദം ഇനിയാണോ ഗിറ്റാറിന്റെ സ്ട്രിങ് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം, അതേപോലെയാണ് ഒരു വെള്ളം അദ്ദേഹത്തിന്റെ ഗ്ലോബൽ ഉരുണ്ട ഒരു ഷോൾഡറിലേക്ക് വീഴുന്നത്. അടുത്ത വരെ നമുക്ക് നോക്കാം. ഹി വാസ് സിംഗിങ് which why I remembering it, his voice it filled me to core like a skeleton, even my name knelt down inside me asking to be spread. സിംഗിങ്, അത് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിച്ച് ഈസ് വൈ ഐ റിമെമ്പറിങ് ഇറ്റ്, ഹിസ് വോയിസ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ വോയിസ് ഓർക്കുന്നു. ഇറ്റ് ഫിൽ മീ ടു കോഡ് ലൈക്ക് എ സ്കെൽട്ടൺ ഈവൻ മൈ നെയിം. സ്കെൽട്ടന്റെ ഉള്ളിലേക്ക് വോയിസ് ഊർന്നിറങ്ങുന്ന പോലെയാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു വോയിസ്, ഈ ഒരു പാട്ടിന്റെ ശബ്ദം മുഴങ്ങി ഉള്ളിലേക്ക് കയറിപ്പോയത്. ഈവൻ മൈ നെയിം knelt down inside me asking to be spread. അപ്പൊ ഇതൊരു ഒറ്റ ലൈനായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറ്റബോധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിൽ ഇങ്ങനെ നിർത്ത് മതി, അവസാനിപ്പിക്കാനായിട്ടുള്ള തോന്നലുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പോയിട്ട്. ഹി വാസ് സിംഗിങ് ഇറ്റ് ഓൾ ഐ റിമെമ്പർ, ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറിൻ ബഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. ഫസ്റ്റത്തെ ലൈൻ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ ലൈൻ തീമാണ് ഈ ഒരു ലൈൻ, ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നത് ഈ ഒരു ലൈനാണ് കേട്ടോ. നമ്മുടെ ബോഡിയിലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഐ വാസ് അലൈവ്, അതായത് ഞാൻ ആ ഒരു ടൈമിൽ ജീവനോടെ തന്നെ എല്ലാം നിരീക്ഷിക്കുകയാണ്. ഐ ഡോണ്ട് നോ വേർ വാസ് ബെറ്റർ റീസൺ, അതായത് അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് അലൈവ് ആയിട്ടിരുന്ന് നിരീക്ഷിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് വൺ മോർണിംഗ് മൈ ഫാദർ വുഡ് സ്റ്റോപ്പ് എ ഡാർക്ക് കോട്ട് പോസ് ഓഫ് ഡൗൺ പോ. അപ്പൊ ഇതിൽ പറയുന്നത്, അതായത് ഇപ്പൊ ഡെയിലി ഈ ഒരു ഫാദർ കുളിക്കുന്നത് ഈ ഒരു കുട്ടി സ്ഥിരമായിട്ട് നോക്കി ഉണ്ടാവാം, മേ ബി എല്ലാ ദിവസവും ഇവനിങ്ങനെ ഒരു കീ ഹോളിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് കുളിക്കുന്നത് മൊത്തം കാണുമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റല്ലോ, ഒരു ദിവസം എന്നേലൊക്കെ പിടിക്കപ്പെടുമല്ലോ. അതായത് ഒരു ഡാർക്ക് കോസ് പോസ് ഇൻ ഡൗൺ പോർ, അതായത് ഇപ്പൊ ഒരു കുതിരനെ പെട്ടെന്ന് മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കില്ലേ, അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഫാദർ പെട്ടെന്ന് കുളി നിർത്തി നോക്കി, ആ ഒരു കീ ഹോളിന്റെ ഉള്ളിൽ കൂടെ നോക്കി. ആൻഡ് ലിസൺ ഫോർ മൈ ക്ലോത്ത് ബ്രെത്ത് ബിഹൈൻഡ് ദ ഡോർ ഐ ഡോണ്ട് നോ ദ കോസ്റ്റ്. അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞ ഈ കുട്ടി എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഇത് മൊത്തം കാണുന്നത്.
ഒരു ദിവസം അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് ആ കീ ഹോളിന്റെ ഉള്ളിൽ കൂടെ അവനെ നോക്കി എന്ന് പറയുന്നു. അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു, കാരണം അതൊരു തെറ്റാണല്ലോ. അപ്പൊ അതിനെ ഒരു വലിയ ഐ ഡോണ്ട് നോ കോസ്, എനിക്ക് എത്ര വില കൊടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഓഫ് എൻട്രിങ് എ സോങ് വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്. അത് നമ്മുടെ പഴയൊരു അവസ്ഥയ്ക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ആ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല, ചേഞ്ച് പഴയ പോലെ അങ്ങനെ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും തിരിച്ചു പോകാൻ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ. അത് അച്ഛൻ്റെ മുന്നിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയിം ആയില്ലേ, അല്ലെങ്കിൽ അച്ഛൻ്റെ വിചാരിക്കുക, അങ്ങനെയുള്ള രീതിയിലേ അപ്പം അതിനോട് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ലൈനിൽ നമുക്ക് 2 മീനിങ്ങിൽ എടുക്കാം. ഇത് നോക്കുന്നത് ഒരു ചെറിയൊരു കുട്ടിയാണ്, അതൊരു പുരുഷനായിട്ടില്ല, ഒരു കുട്ടിയാണ് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയത്. അപ്പൊ അവനൊരിക്കലും ഇങ്ങനെ ഒരു ബാല്യകാലം ഒരു ബാല്യകാലം അവന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്കിത് പറയാം. അതായത് ഒരു കുട്ടിയായിരുന്നു ഇങ്ങനെ നോക്കിയത്, ആ ഒരു ടൈമിൽ ഇവൻ നോക്കുന്ന ടൈമിൽ ഒരിക്കലും ഒരു മാൻ ആയിട്ടില്ല, ഒരു ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുതിർന്നു. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചൈൽഡ്ഹുഡിലേക്ക് ഇദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല, ചൈൽഡ്ഹുഡിലെ ഇന്നസെൻസ് പോയി എന്ന്, ഇനി ഒരിക്കലും പഴയൊരു ഇന്നസെന്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സോ ഐ എൻഡേർഡ്, സോ ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വിത്ത് വൈഡ് ഓപ്പൺ. ഇവിടെ എൻ്റർ ചെയ്തു എന്ന് പറയുന്നത് ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. സോ ഐ എൻറ്റേർഡ്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എൻ്റർ ചെയ്തു. എൻ്റെ കണ്ണുകൾ തുറന്നു, അത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡും എൻ്റെ ഒരു ബാല്യകാലം ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണ് വൈഡായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോയത്തിന്റെ ലൈൻ ബൈ എക്സ്പ്ലനേഷൻ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ, കാരണം എല്ലാം കൂടി വീഡിയോയുടെ ലെങ്ത് അധികം ആവുന്നുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് സൂപ്പറായിട്ട് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.